എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു പട്ടി അടിച്ചു കൊല്ലുന്നത് പോലെ തൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് ഒരാളിനെ അടിച്ചു കൊല്ലാൻ കഴിയുന്നത്? കൊല്ലം മരുത്തടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആൾക്കൂട്ടമർദ്ദനത്തിൽ 18-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതികൾ അറസ്റ്റിലായി. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു പട്ടി അടിച്ചു കൊല്ലുന്നത് പോലെ തൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് ഒരാളിനെ അടിച്ചു കൊല്ലാൻ കഴിയുന്നത്? ഒരു പട്ടിയെ അടിച്ചു കൊല്ലാൻ നമുക്ക് പേടിയാണ്. കാരണം നിയമത്തിൻ്റെ കുരുക്ക് നിങ്ങളെയും എന്തു ചെയ്യും, അതിൽ നിന്ന് തടയും. പക്ഷെ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാൻ ആ ഒരു തടസ്സവും ആ മനുഷ്യനുണ്ടായില്ല എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമാണ്. കാരണം നിസ്സംശയം ഈ രാജ്യത്ത് ആരെയും കൊല്ലാം എന്നൊരു ബോധ്യം ഇവിടുത്തെ മനുഷ്യരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിൽ കൂടി വെളിവാകുന്നത്. ഒന്നാം പ്രതിയായ ശക്തികുളങ്ങര കന്നിമേൽശ്ശേരിയിൽ ഗുരുദേവ നഗറിൽ വിമൽ രാജ് 48 വയസ്സ്, രണ്ടാം പ്രതി കന്നിമേൽശ്ശേരി ഐശ്വര്യ നഗറിൽ സനിൽകുമാർ എന്നിവരാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത്. മൂന്നാം പ്രതി മരുത്തടി കന്നിമേൽശ്ശേരി മാരൂരിമുട്ടിൽ സുനിൽകുമാർ, സന്തോഷ് നിവാസിൽ രതീഷ് എന്നിവർ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായിരുന്നു. അഞ്ചാം പ്രതി ഷിബിനും പിടിയിലായതായി സൂചനയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ആളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. അത് ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. റൈറ്റ് ടു ലൈഫ് ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നതാണ്. അത് അമ്മയുടെ ഗർഭപാത്രം മുതൽ സ്വാഭാവികമായി മരിക്കുന്നതും എന്ന സമയം വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭ്രൂണഹത്യ പോലും നിയമപരമായി ബാൻ ചെയ്തേക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് തുറന്ന സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാനോ പൊതുവിടങ്ങളിൽ പോകാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല എന്നുള്ള മെസ്സേജാണ് ഈ കൊച്ചു പയ്യന്റെ മരണത്തിൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നു. കേസിലെ 4ഉം 6ഉം പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഒരാൾ CPM പ്രാദേശിക നേതാവാണെന്നാണ് സൂചന. അതേസമയം കൂടുതൽ പ്രതികളെ കേസിൽ ഉൾപ്പെടുത്തി കേസ് ദുർബലമാക്കാൻ ശ്രമം നടക്കുന്നതായാണ് ഉയരുന്ന ആരോപണം. നിങ്ങൾ ഈ വീട് കണ്ടു, നിസ്സഹായരായൊരു മാതാപിതാക്കൾ, വികലാംഗരായ മാതാപിതാക്കളുടെ പ്രതീക്ഷകളായ 2 മക്കളാണ്. അതിൽ മിടുക്കനായ ഇളയ പയ്യനാണ് 18ാമത്തെ വയസ്സിൽ ഇല്ലാതായത്. 18 വർഷം ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഒരു അമ്മയുടെ നിലവിളിക്ക് ഈ രാജ്യത്ത് ഒരു വിലയില്ലാതായിരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മരുത്തടി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഉത്സവാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതികൾ ഉൾപ്പെട്ട അക്രമി സംഘം ഹരികൃഷ്ണനെയും സഹോദരൻ ജയകൃഷ്ണനെയും ബന്ധുവായ രാജേഷിനെയും സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഹരികൃഷ്ണനെ ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മേവറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും നില വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അടൂർ മണക്കാല ഗവൺമെന്റ് പോളിടെക്നിക് വിദ്യാർത്ഥികളാണ് ഹരികൃഷ്ണനും ജയകൃഷ്ണനും.